UDFന്റെ നേതൃത്വത്തിൽ പെരിങ്ങോംവയക്കര പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ. This news brought to by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. പെരിങ്ങോംവയക്കര പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ അറ്റകുറ്റപ്പണി നടത്താത്തതിലും പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ UDF പെരിങ്ങോംവയക്കര പഞ്ചായത്ത് കമ്മിറ്റി ധർണ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണാ സമരം UDF പയ്യന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ M. ഉമ്മർ ഉദ്ഘാടനം ചെയ്തു. ഈ പെരിങ്ങോം ടൗണിൽ പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ, അതുപോലെ തന്നെ ഇപ്പാണ് അവിടുന്ന് നമ്മുടെ ഫയർ സ്റ്റേഷൻ മാറ്റിയത്. ഫയർ സ്റ്റേഷൻ, അതുപോലെ തന്നെ റൈസ് ഓഫീസ്, അതുപോലെ മറ്റുള്ള തൊഴിൽശാലകളൊക്കെയുള്ള ഖാദി കേന്ദ്രം പോലെയുള്ള പ്രദേശത്തെ കൂടെയുള്ള റോഡ്, ആ റോഡിനും അല്ലെങ്കിൽ ആ വാർഡിനും വെക്കുന്ന ഫണ്ടും അതുപോലെ തന്നെ മറ്റുള്ള വെക്കുന്ന ഫണ്ടുകളൊക്കെ എത്ര നാമമാത്രമായ ഫണ്ടുകളാണ് ഇതിനൊക്കെ പഞ്ചായത്ത് ഭരണസമിതി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വികസനം ടൗണുകളിൽ നടക്കുന്നില്ല. KM കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ, VV മുഹമ്മദ് കുഞ്ഞി, M. ശ്രീധരൻ, P. മുസ്തഫ, രവി പൊന്നംവയൽ, AK രാജൻ, PS റഫീഖ്, ഷജീർ ഇക്ബാൽ, KV വിജയൻ, വത്സ ജോൺ, TP സീനത്ത്, KP തങ്കമണി, TV കുഞ്ഞമ്പു നായർ, TP മുസ്തഫ എന്നിവർ പ്രസംഗിച്ചു. ഇത് ഇങ്ങനെ പൊറുതിമുട്ടുന്ന സമയത്താണ് UDFന്റെ വാർഡ് മെമ്പർമാരെ ജനപ്രതിനിധികളുമുള്ള വാർഡുകളെ തെരഞ്ഞു പിടിച്ചിട്ട് വിവേചനപരമായ നടപടികൾ ഉണ്ടാകുന്നു എന്ന് മാത്രമല്ല വ്യാജ പ്രചരണങ്ങൾ നടത്താൻ ഭരണസമിതിയുടെ അധ്യക്ഷൻ തന്നെ നേതൃത്വം കൊടുക്കുന്നത്. ഞങ്ങളിത് പറയേണ്ടതെന്ന് വെച്ചതാണ്. ഭരണസമിതിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കാന്ന് കരുതിയതാണ്. പക്ഷെ സഹിക്കുന്നതിന് ഒരു പരിധിയില്ലേ? നമ്മൾ സാധാരണ മനുഷ്യന്മാരല്ലേ? മര്യാദയാണെങ്കിൽ മര്യാദ, തിരിച്ചു മര്യാദകേട് കാണിച്ചാൽ പോലും അങ്ങോട്ട് മര്യാദ കാണിക്കണമെന്ന ശീലം, അങ്ങനെ ശീലിച്ചു വരുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷെ അത് നിലനിൽപ്പിനെ ബാധിക്കുന്ന ഘട്ടമെത്തിയാൽ അതിനെ ഏതറ്റം വരെയും പോയി പ്രതിരോധിക്കണമെന്ന് പഠിച്ചു വെച്ചിട്ടാണ് ഞങ്ങൾ ഈ സംഘടനാ പ്രവർത്തനം ഇറങ്ങിയത്. അത് നിലനിൽപ്പിന് ഞങ്ങളുടെ തടിയിൽ തൊടുന്ന സമയത്ത് അതിനെതിരെ ഞങ്ങൾ റിയാക്ട് ചെയ്യും, സ്വാഭാവികമാണത്. പഞ്ചായത്ത് പ്രസിഡന്റ് മുന്നിലേക്ക് ഇവിടെ ഒരു ജനകീയ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. അങ്ങനെ ഉണ്ടാക്കുന്നതിൽ ഞങ്ങൾ എതിരൊന്നല്ല. ജനാധിപത്യപരമായി ആ സ്വാതന്ത്ര്യം മാനിക്കുന്നു എന്ന് പരസ്യമായി പറഞ്ഞ ആളാണ് ഞാൻ. അവരുടെ യോഗത്തിൽ പങ്കെടുത്തിട്ട് വിശദീകരിച്ചു കൊടുത്ത ആളാണ് ഞാൻ. പക്ഷെ ആക്ഷൻ കമ്മിറ്റി 200-ലധികം ആളുകളുടെ ഒപ്പ് ശേഖരിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും വാർഡ് മെമ്പർമാരെയും കണ്ട് നിവേദനം നൽകിയ സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു അത്രേ 10 ലക്ഷം ലിങ്ക് റോഡിന് അനുവദിച്ചിട്ടുണ്ട്, അത് വകമാറ്റി എന്ന് പറഞ്ഞു എന്നാണ് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്നോടും വാർത്താമാധ്യമങ്ങളോടും പറഞ്ഞത്. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.